കൊല്ലം മൈനാഗപ്പള്ളി മണ്ണൂർക്കാവിൽ ശ്രീസൂക്ത പൂർവക മഹാലക്ഷ്മി യാഗത്തിന് തുടക്കമായി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്രൻ അടികയാണ് യാഗത്തിന്റെ മുഖ്യ പുരോഹിതൻ. കൃഷ്ണായനം സനാതനധർമ്മ പ്രചരണ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാഗത്തിൽ നിരവധി ഭക്തരാണ് പങ്കുചേരുന്നത്. ഭക്തരുടെ സർവസിദ്ധിക്കും ഐശ്വര്യത്തിനും കാര്യപ്രാപ്തിക്കുമായാണ് ശ്രീസൂക്ത പൂർവക മഹാലക്ഷ്മി യാഗം നടത്തുന്നത്. മണ്ണൂർക്കാവ് ശ്രീ വനദുർഗ ക്ഷേത്രത്തിനും ചാലായിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിനും മധ്യേയാണ് യാഗശാല. മഹാലക്ഷ്മി യാഗത്തിലെ മുഖ്യ പുരോഹിതനായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്രൻ അടികയെ സംഘാടകർ യാഗശാലയിലേക്ക് ആനയിച്ചു. ശ്രീസൂക്ത പൂർവക മഹാലക്ഷ്മി യാഗത്തിന്റെ ഭാഗമായതിനെക്കുറിച്ച് ഡോക്ടർ രാമചന്ദ്രൻ അടിക പറഞ്ഞു. ലക്ഷ്മീം ക്ഷീരസമുദ്രരാജതനയാം ശ്രീരംഗധാമേശ്വരിയും എന്നിട്ട് സമുദ്രമന്ഥനത്തിൽ ആവിർഭവിച്ച വിശിഷ്ടമായിട്ടുള്ളവർ ഭാവ ലക്ഷ്മി ഭാവമാണ്. ലക്ഷ്മി എന്നാൽ സംസ്കൃതത്തിൽ മോക്ഷ മുക്തി എന്നിട്ടുള്ള അർത്ഥമുണ്ട്. എന്നാൽ ത്രിഗുണാസാ മഹാലക്ഷ്മി സാക്ഷാൻ മഹിഷമർദിനി എന്നിട്ട് ചണ്ഡിക പാരായണത്തിൽ വരുന്ന വാക്കിൻ്റെ പോലെ മൂന്ന് ഭാവത്തിൽ ആദി മഹാലക്ഷ്മി എന്നാൽ എല്ലാ അസുരരിക്ക് മുക്തി കൊടുത്തവർ ഭാവ മഹാലക്ഷ്മിയാണ്. യാഗത്തിൽ യജമാനത്വം സ്വീകരിച്ചവരെ തുളസിമാലയും പൊന്നാടയും അണിയിച്ച് പീഠം നൽകിയാണ് ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചത്. മംഗളം ഭഗവാൻ വിഷ്ണുർമംഗളം മധുസൂദനഃ മംഗളം പുണ്ഡരീകാക്ഷോ മംഗളരൂപാഭ്യാം യാ ദേവി സർവമംഗളം തയോ സംസ്മരണാത് പുംസാം സർവതോ ജയദേവാൻ വിദ്യാബലം ദൈവബലം തദേവ ലക്ഷ്മീപതേ തേംഗ്രിയുഗം സ്മരാമി. ഭ്യാൻ നമഃ ശ്രീ അരുന്ധതേ വസിഷ്ഠാഭ്യാൻ നമഃ. ഓം ദുർഗായൈ നമഃ. ഓം ഗണപതാഭ്യോ നമഃ. ഓം സർവേഭ്യോ ബ്രാഹ്മണേഭ്യോ നമഃ. നമഃ. കൊല്ലത്തിത് ആദ്യമായാണ് ഇത്തരത്തിലൊരു യാഗം നടക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാഗം നടക്കുന്നത്. അതുമാത്രമല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു പരിഹാരമായിട്ടാണ് ഈ യാഗം നടത്തുന്നത്. എല്ലാവരും ഈ യാഗത്തിൽ പങ്കെടുക്കുക, ജീവിത വിജയം നേടുക. യാഗ സംസ്കാരം തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു ശ്രീസൂക്ത പൂർവക മഹാലക്ഷ്മി യാഗം, അതായത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു കാലത്ത് ഭാരതം എന്ന് പറയുന്നത് സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ഇന്ന് ഈ പറയുന്ന സമ്പത്തിൻ്റെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, വിശക്കുന്ന വയറിന് അന്നമാണ് ആദ്യം വേണ്ടുന്നതെന്ന്, പിന്നീടാണ് അറിവ് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഈ അന്നം ഉണ്ടാവാൻ കാരണമാകുന്ന സമ്പത്തിനെ, ആ ലക്ഷ്മി ദേവിയെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു യാഗം നടത്തിയിരിക്കുന്നത്. ഈ യാഗത്തിൽ എല്ലാവരും പങ്കെടുത്ത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടിയെടുക്കുവാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏപ്രിൽ 30 വരെ നടക്കുന്ന യാഗത്തിൽ ശ്രീസൂക്ത ഹോമം, അഷ്ടാവധാന പൂർവകരാജോപചാര പൂജ, ചക്രാബ്ജ മഹാവിഷ്ണു പൂജ, ലക്ഷ്മി നാരായണ പൂജ, രുദ്രപൂജ എന്നിവയാണ് നടക്കുന്നത്. മഹാലക്ഷ്മി യാഗ സമാപനം ലോകത്തിലെ സർവ്വ അഭിവൃദ്ധിക്കും ഉത്തമമായ അക്ഷയ തൃതീയയിലാണ് നടക്കുന്നത്. ജനം, കൊല്ലം.